നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ പ്രത്യേക ദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 21, 2026. സമയം രാവിലെ 5:15. എത്ര പേരെന്ന് തിരസ്കരിക്കപ്പെട്ടതായി തോന്നുന്നു? എത്ര പേർക്ക് തങ്ങൾക്ക് വിലയില്ലെന്ന് തോന്നുന്നു? എത്ര പേർ മറക്കപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്നു? എത്ര പേർക്ക് ദൈവം തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്റെ പേര് വിളിക്കുന്നു, നീ എന്റേതാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യേശയ്യാവ് 43:1. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാകുന്നു. നിങ്ങൾ മറക്കപ്പെട്ടവരല്ല, നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം തുറന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. സ്നേഹമയനായ സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ വരുന്നു. ചിലർ തിരസ്കരിക്കപ്പെട്ടവരായി, ചിലർ മറക്കപ്പെട്ടവരായി, ചിലർ വിലയില്ലാത്തവരായി തോന്നിക്കൊണ്ട്. ഞങ്ങളിൽ പലരും വിചാരിക്കുന്നു, ഞങ്ങൾ മതിയായവരല്ല, ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങൾക്ക് വിലയില്ല, ആരും ഞങ്ങളെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ പേര് അങ്ങ് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങയുടേതാണ്, ഞങ്ങൾ പ്രത്യേകരാണ്, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മൂല്യം കാണാൻ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ സഹായിക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹം സ്പർശിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളുടെ പേര് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്ത് എത്ര പേരുണ്ട്? 8 ബില്യൺ. എന്നാൽ ദൈവം നിങ്ങളുടെ പേരറിയുന്നു. യെശയ്യാവ് 43:1. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാകുന്നു. ദൈവം ഹേ നീ എന്ന് വിളിക്കുന്നില്ല, അവൻ നിങ്ങളുടെ പേര് വിളിക്കുന്നു. നിങ്ങൾ അവനെ സംബന്ധിച്ച് പ്രത്യേകരാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകസൃഷ്ടിക്കു മുമ്പേ തിരഞ്ഞെടുത്തു. എഫേസ്യർ 1:4. ലോകസ്ഥാപനത്തിനു മുമ്പേ നാം അവന്റെ സന്നിധിയിൽ സ്നേഹത്തിൽ വിശുദ്ധരും കളങ്കരഹിതരുമായിരിക്കേണ്ടതിന് അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ജനിക്കുന്നതിനു മുമ്പ്, നിങ്ങളുടെ മാതാപിതാക്കൾ ജനിക്കുന്നതിനു മുമ്പ്, ലോകമുണ്ടാകുന്നതിനു മുമ്പ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തി. യിരെമ്യാവ് 1:5. ഞാൻ നിന്നെ ഉദരത്തിൽ രൂപമുണ്ടാക്കുന്നതിനു മുമ്പേ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പേ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. നിങ്ങളൊരു അപകടമല്ല, നിങ്ങളൊരു പിഴവല്ല. ദൈവം നിങ്ങളെ ഉദ്ദേശപൂർവം സൃഷ്ടിച്ചു. സങ്കീർത്തനം 139:13-14. നീ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചു, എന്റെ അമ്മയുടെ ഗർഭത്തിൽ എന്നെ മെനഞ്ഞു. ഞാൻ അത്യന്തം ഭയങ്കരമായി അത്ഭുതമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചു. എഫേസ്യർ 2:10. നാം അവന്റെ കൃതിയാകുന്നു. ദൈവം മുമ്പേ ഒരുക്കിയിരുന്ന സൽപ്രവൃത്തികളിൽ നടപ്പാൻ ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നിങ്ങൾ യാദൃച്ഛികമല്ല. ദൈവം നിങ്ങൾക്കൊരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശ്യമുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഐഡന്റിറ്റി. നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം. 1 പത്രോസ് 2:9. നിങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ ജാതി, സ്വന്ത ജനമാകുന്നു. നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ രാജകീയ പുരോഹിതവർഗം. നിങ്ങൾ പുതിയ സൃഷ്ടി. 2 കൊരിന്ത്യർ 5:17. ആകയാൽ ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയവ കടന്നുപോയി, ഇതാ എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ നിർവചിക്കുന്നില്ല. നിങ്ങൾ പുതിയവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം കൈപ്പണി. എഫേസ്യർ 2:10. നാം അവന്റെ കൃതിയാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ്, അവന്റെ കലാസൃഷ്ടി. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹിതർ. യോഹന്നാൻ 15:15. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. ദാസൻ യജമാനൻ ചെയ്യുന്നതറിയുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചിരിക്കുന്നു. നിങ്ങൾ വെറും ദാസന്മാരല്ല, നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹിതർ. നിങ്ങൾ ക്രിസ്തുവിന്റെ ദൂതന്മാർ. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി ദൂതന്മാരാകുന്നു. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്, ഒരു ദൗത്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ക്ഷേത്രം. 1 കൊരിന്ത്യർ 6:19.
നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ദൈവത്താൽ ലഭിച്ചതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ ക്ഷേത്രമാകുന്നു. നിങ്ങൾ വിലക്കേട്ടവരല്ല, നിങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലം. ദൈവം നിങ്ങളെ എങ്ങനെ കാണുന്നു? സ്നേഹിക്കപ്പെട്ടവർ. കൊലോസ്യർ 3:12. ദൈവം തെരഞ്ഞെടുത്തവരും വിശുദ്ധരും പ്രിയരുമായ നിങ്ങൾ. ദൈവം നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നു. വിലയേറിയവർ. 1 കൊരിന്ത്യർ 6:20. നിങ്ങൾ വിലയ്ക്കു വാങ്ങിയവരാകുന്നു. യേശു ക്രൂശിൽ മരിച്ചു, അതാണ് നിങ്ങളുടെ വില. സുന്ദരർ. ഉത്തമഗീതം 4:7. നീ സകലത്തിലും സുന്ദരി എന്റെ പ്രിയേ. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ സുന്ദരരാണ്. വിജയികൾ. 1 യോഹന്നാൻ 5:4. നമ്മുടെ വിശ്വാസം ലോകത്തെ ജയിച്ചിരിക്കുന്ന ജയമാകുന്നു. നിങ്ങൾ പരാജയക്കാരല്ല, വിജയികൾ. നിങ്ങൾ എന്തുകൊണ്ട് പ്രത്യേകരാണ്? ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട്. ഓരോരുത്തരും അദ്വിതീയരാണ്. ദൈവം ഓരോരുത്തരെയും വ്യത്യസ്തരായി സൃഷ്ടിച്ചു. നിങ്ങളുടെ വിരലടയാളം, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ DNA എല്ലാം അദ്വിതീയം. ദൈവം നിങ്ങൾക്ക് ഒരു പദ്ധതിയുള്ളതുകൊണ്ട്. യിരെമ്യാവ് 29:11. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഞാൻ അറിയുന്നു. അവ അനർത്ഥത്തിനുള്ളതല്ല, നിങ്ങൾക്ക് പ്രത്യാശയോടുകൂടിയ ഭാവിയെ തരുവാൻ തക്ക നന്മയ്ക്കുള്ള നിരൂപണങ്ങളാകുന്നു. നിങ്ങളുടെ ഭാവി പ്രതീക്ഷാജനകമാണ്. ദൈവം നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകിയതുകൊണ്ട്. ഓരോരുത്തർക്കും ദൈവം പ്രത്യേക സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12:7. ഓരോരുത്തനും പ്രയോജനത്തിനായി ആത്മാവിന്റെ വെളിപ്പാട് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ ഒരു ദൗത്യത്തിന് വിളിച്ചതുകൊണ്ട്. നിങ്ങളിവിടെ യാദർച്ഛികമായിട്ടല്ല, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. മത്തായി 28:19. നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ. നിങ്ങളെ നിർവചിക്കുന്നതെന്ത്? ആളുകളുടെ അഭിപ്രായമല്ല. ആളുകൾ എന്തു പറഞ്ഞാലും നിങ്ങളുടെ മൂല്യം മാറുന്നില്ല. ഗലാത്യർ 1:10. ഞാൻ മനുഷ്യർക്കോ ദൈവത്തിനോ പ്രസാദമായിരിക്കുന്നു, മനുഷ്യരെയോ ഇണക്കുന്നു. നിങ്ങളുടെ ഭൂതകാലമല്ല. നിങ്ങൾ എന്തു ചെയ്താലും ദൈവം നിങ്ങളെ പുതിയവരാക്കി. യെശയ്യാവ് 43:18-19. പണ്ടത്തെ കാര്യങ്ങളെ ഓർക്കേണ്ട, പണ്ടത്തെ കാര്യങ്ങളെ വിചാരിക്കേണ്ട. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. നിങ്ങളുടെ പരാജയങ്ങളല്ല. ഫിലിപ്പ്യർ 3:13-14. പിന്നിലുള്ളവ മറന്ന് മുമ്പിലുള്ളവയിലേക്ക് നീട്ടി ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ സ്വർഗീയ വിളിയുടെ സമ്മാനത്തിനായി ലക്ഷ്യത്തിങ്കിലേക്ക് ഓടുന്നു. നിങ്ങളുടെ പ്രത്യക്ഷ സാഹചര്യമല്ല. നിങ്ങൾ എവിടെയാണെന്നത്, നിങ്ങൾ ആരാണെന്നത് നിർണയിക്കുന്നില്ല. റോമർ 8:37. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇവയെല്ലാറ്റിലും ജയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ് നിങ്ങളെ നിർവചിക്കുന്നത്. മനുഷ്യരുടെ അഭിപ്രായമല്ല, ദൈവത്തിന്റെ വാക്കാണ് സത്യം. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക. നിങ്ങൾ വിലയേറിയവരാണ്. ക്രൂശ് നിങ്ങളുടെ മൂല്യം കാണിക്കുന്നു. യേശു നിങ്ങൾക്കായി മരിച്ചു. റോമർ 5:8. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നു. നിങ്ങൾ സ്നേഹിക്കപ്പെട്ടവരാണ്. യിരെമ്യാവ് 31:3. ഞാൻ നിന്നെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു. സെഫന്യാവ് 3:17. നിന്റെ ദൈവമായ യഹോവ നിന്റെ നടുവിലുണ്ട്. അവൻ രക്ഷിക്കുവാൻ വല്ലഭൻ. അവൻ നിന്നെക്കുറിച്ച് സന്തോഷത്തോടെ ഘോഷിച്ച് ആനന്ദിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ സംതൃപ്തനായിരിക്കും. അവൻ ആർപ്പോടെ നിന്നെക്കുറിച്ച് സന്തോഷിക്കും. ദൈവം നിങ്ങളെക്കുറിച്ച് പാട്ടുപാടുന്നു. നിങ്ങൾ മതിയായവരാണ്. 2 കൊരിന്ത്യർ 3:5. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൽ നിന്നാകുന്നു. നിങ്ങൾ യോഗ്യരാണ്. ക്രിസ്തുവിൽ നിങ്ങൾ യോഗ്യരായി തീർന്നിരിക്കുന്നു. കൊലോസ്യർ 2:10. നിങ്ങൾ അവനിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഞാൻ നിന്റെ പേര് വിളിക്കുന്നു. നീ എന്റേതാണ്. നീ വിചാരിക്കുന്നു, ഞാൻ മതിയായവനല്ല, ഞാൻ വിലയില്ലാത്തവനാണ്, ആരും എന്നെ ആഗ്രഹിക്കുന്നില്ല, എനിക്കൊരു ഉദ്ദേശ്യവുമില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ തിരഞ്ഞെടുത്തു. ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തി. ഞാൻ നിന്നെ പ്രത്യേക ഉദ്ദേശത്തോട് സൃഷ്ടിച്ചു. നീ എന്റെ മകനാണ്, മകളാണ്, എന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, എന്റെ രാജകീയ പുരോഹിതനാണ്, എന്റെ പുതിയ സൃഷ്ടിയാണ്, എന്റെ കൈപ്പണിയാണ്, എന്റെ സ്നേഹിതനാണ്, എന്റെ ദൂതനാണ്, എന്റെ ക്ഷേത്രമാണ്. ഞാൻ നിന്നെ കാണുന്നത് സ്നേഹിക്കപ്പെട്ടവനായി,
വിലയേറിയവനായി, സുന്ദരനായി, വിജയിയായി. നിന്റെ മൂല്യം നിന്റെ ഭൂതകാലം നിർണയിക്കുന്നില്ല, നിന്റെ പരാജയങ്ങൾ നിർണയിക്കുന്നില്ല, ആളുകളുടെ അഭിപ്രായം നിർണയിക്കുന്നില്ല. ക്രൂശാണ് നിന്റെ മൂല്യം കാണിക്കുന്നത്. ഞാൻ എൻ്റെ പുത്രനെ നിനക്കായി കൊടുത്തു, അതാണ് നിന്റെ വില. ഇന്നു മുതൽ നിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കുക. നീ എന്റേതാണ്. നിന്റെ മൂല്യം തിരിച്ചറിയുക. നീ വിലയേറിയവനാണ്. നിന്റെ ഉദ്ദേശം കണ്ടെത്തുക. ഞാൻ നിനക്കൊരു പദ്ധതിയുണ്ട്. നിന്റെ വിളി നിറവേറ്റുക. ഞാൻ നിന്നെ അയച്ചിരിക്കുന്നു. നീ മറക്കപ്പെട്ടവനല്ല, നീ തിരസ്കരിക്കപ്പെട്ടവനല്ല, നീ വിലകെട്ടവനല്ല, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ സ്നേഹിക്കപ്പെട്ടവനാണ്, നീ വിലയേറിയവനാണ്. ഇതെന്റെ സത്യമാണ്, ഇതെന്റെ വാക്കാണ്. നീ വിശ്വസിക്കുന്നുവോ? നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന നിന്റെ പിതാവ്. യെശയ്യാവ് 43:1. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാകുന്നു. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ ഐഡന്റിറ്റി ഉറപ്പിക്കുക. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിങ്ങളെ നിർവചിക്കുന്നത് ദൈവമാണെന്ന് തീരുമാനിക്കുക. ആളുകളുടെ അഭിപ്രായമല്ല, ദൈവത്തിൻ്റെ വാക്കാണ് സത്യം. ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രഖ്യാപിക്കുക. ദിനംപ്രതി ഉച്ചത്തിൽ പറയുക: ഞാൻ സ്നേഹിക്കപ്പെട്ടവനാണ്, ഞാൻ വിലയേറിയവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിങ്ങളുടെ ഉദ്ദേശ്യം അന്വേഷിക്കുക. ദൈവമേ, അങ്ങ് എന്നെ എന്തിനായി സൃഷ്ടിച്ചു? എൻ്റെ ഉദ്ദേശ്യം കാണിച്ചു തരണമേ. നിങ്ങളുടെ സമ്മാനങ്ങൾ കണ്ടെത്തുക. ദൈവം നിങ്ങൾക്കു നൽകിയ പ്രത്യേക സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ വിളി നിറവേറ്റുക. നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങുക. മറ്റുള്ളവരെ അവരുടെ മൂല്യം കാണാൻ സഹായിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് പറയുക: നിങ്ങൾ വിലയേറിയവരാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഐഡന്റിറ്റി പ്രഖ്യാപന പ്രാർത്ഥന. നിങ്ങളുടെ കൈകൾ ഹൃദയത്തിൽ വെച്ച് ശക്തമായി എന്നോടൊപ്പം പ്രഖ്യാപിക്കൂ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു: ദൈവം എൻ്റെ പേര് വിളിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റേതാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇന്നു മുതൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. ഞാൻ രാജകീയ പുരോഹിതനാണ്. ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. ഞാൻ സ്നേഹിക്കപ്പെട്ടവനാണ്. ഞാൻ വിലയേറിയവനാണ്. ഞാൻ സുന്ദരനാണ്. ഞാൻ വിജയിയാണ്. എൻ്റെ ഭൂതകാലം എന്നെ നിർവചിക്കുന്നില്ല. എൻ്റെ പരാജയങ്ങൾ എന്നെ നിർവചിക്കുന്നില്ല. ആളുകളുടെ അഭിപ്രായം എന്നെ നിർവചിക്കുന്നില്ല. ദൈവം എന്നെ നിർവചിക്കുന്നു. ദൈവത്തിൻ്റെ വാക്ക് സത്യമാണ്. ഞാൻ മതിയാലവനാണ്. ഞാൻ യോഗ്യനാണ്. ഞാൻ പ്രത്യേകനാണ്. എനിക്കൊരു ഉദ്ദേശ്യമുണ്ട്. എനിക്കൊരു പദ്ധതിയുണ്ട്. എനിക്കൊരു വിളിയുണ്ട്. ഞാൻ മറക്കപ്പെട്ടവനല്ല. ഞാൻ തിരസ്കരിക്കപ്പെട്ടവനല്ല. ഞാൻ വിലകെട്ടവനല്ല. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തമായ, സ്നേഹം നിറഞ്ഞ വിളിക്കുന്ന നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. സ്നേഹമയനായ പിതാവേ, തിരഞ്ഞെടുക്കുന്ന ദൈവമേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. തിരസ്കരിക്കപ്പെട്ടതായി തോന്നുന്നവർക്ക് അവർ അങ്ങയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നറിയട്ടെ. അവർ അങ്ങയുടെ സ്നേഹം അനുഭവിക്കട്ടെ. അവരുടെ മൂല്യം മനസ്സിലാകട്ടെ. വിലയില്ലാത്തവരായി തോന്നുന്നവർക്ക് അവർ വിലയേറിയവരാണെന്നറിയട്ടെ. ക്രൂശ് അവരുടെ മൂല്യം കാണിക്കുന്നുവെന്നറിയട്ടെ. മറക്കപ്പെട്ടവരായി തോന്നുന്നവർക്ക് അങ്ങ് അവരുടെ പേരറിയുന്നുവെന്നറിയട്ടെ. അങ്ങ് അവരെ പേർ ചൊല്ലി വിളിക്കുന്നുവെന്നറിയട്ടെ. ഇന്നു മുതൽ എല്ലാവരും അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കട്ടെ. അവർ അങ്ങയുടെ മക്കളാണെന്നറിയട്ടെ. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നറിയട്ടെ. അവർ പ്രത്യേകരാണെന്നറിയട്ടെ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ വിളിക്കുന്ന, തിരഞ്ഞെടുക്കുന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. യെശയ്യാവ് 43:1. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാകുന്നു. എഫേസ്യർ 1:4. ലോകസ്ഥാപനത്തിനു മുമ്പേ അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 1 പത്രോസ് 2:9. നിങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ ജാതി, സ്വന്ത ജനമാകുന്നു. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, ദൈവം നിങ്ങളുടെ പേര് വിളിക്കുന്നു. നിങ്ങൾ അവൻ്റേതാണ്. നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരല്ല. നിങ്ങൾ മറക്കപ്പെട്ടവരല്ല. നിങ്ങൾ വിലയില്ലാത്തവരല്ല. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ വിലയേറിയവരാണ്.
നിങ്ങളുടെ ഐഡന്റിറ്റി ദൈവത്തിലാണ്. അവൻ നിങ്ങളെ നിർവചിക്കുന്നു. ദൈവം നിങ്ങളുടെ പേര് വിളിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാളെ വീണ്ടും കാണാം മറ്റൊരു അനുഗ്രഹത്തോടെ. അതുവരെ നിങ്ങളുടെ ഐഡന്റിറ്റി ഓർക്കുക, നിങ്ങളുടെ മൂല്യം ഓർക്കുക, നിങ്ങളുടെ ഉദ്ദേശ്യം ഓർക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്.